എല്ലാവർക്കും ആസ്പിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ബോട്ടിൽ രാധ എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ്. ഗുരു സോമസുന്ദരം കേന്ദ്ര കഥാപാത്രമായി എത്തിയ കോമഡി ഡ്രാമ മൂവിയാണ് ബോട്ടിൽ രാധ. തിയേറ്ററുകളിൽ നിന്നും ആവറേജ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഈ ഒരു ചിത്രം ഫെബ്രുവരി 21 ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ദക്ഷിണ എന്ന തെലുങ്ക് സിനിമയെക്കുറിച്ചാണ്. സായി ധൻഷിക, സ്നേഹ സിംഗ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ക്രൈം ത്രില്ലർ മൂവിയാണ് ദക്ഷിണ. തിയേറ്ററുകളിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഈ ഒരു ചിത്രം ഫെബ്രുവരി 21 ലയൺസ് ഗേറ്റ് പ്ലേ വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് സമ്മേളനം എന്ന തെലുങ്ക് സിനിമയെക്കുറിച്ചാണ്. പ്രിയ, വിനയ് അഭിഷേക്, ശ്രീകാന്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ റൊമാന്റിക് ത്രില്ലർ മൂവിയാണ് സമ്മേളനം. തിയേറ്ററുകളിൽ നിന്നും ആവറേജ് വിജയം നേടിയെടുത്ത ഈ ഒരു ചിത്രം ഇന്ന് ETV വിന്നിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് സീറോ ഡേ എന്ന ഇംഗ്ലീഷ് TV സീരീസിനെ കുറിച്ചാണ്. സൈബർ ത്രില്ലർ കാറ്റഗറിയിൽപ്പെട്ട ഈ ഒരു സീരീസ് ഇന്ന് നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് രാസ്ത എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. സർജനോ ഖാലിദ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ സർവൈവൽ ഡ്രാമ ത്രില്ലർ മൂവിയാണ് രാസ്ത. തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറിയ ഈ ഒരു ചിത്രം മനോരമ മാക്സ് വഴി ഫെബ്രുവരി 28 OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പ്രാവ് എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. അമിത് ചക്കാലക്കൽ പ്രധാന കഥാപാത്രമായി എത്തിയ റൊമാന്റിക് ത്രില്ലർ മൂവിയാണ് പ്രാവ്. തിയേറ്ററുകളിൽ വിജയിക്കാൻ കഴിയാതെ പോയ ഈ ഒരു ചിത്രം മനോരമ മാക്സിലൂടെ മാർച്ച് ഫസ്റ്റ് വീക്കിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. സോബിൻ സാഹിറും ബേസിൽ ജോസഫും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ത്രില്ലർ മൂവിയാണ് പ്രാവിൻകൂട് ഷാപ്പ്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറിയ ഈ ഒരു ചിത്രം ഫെബ്രുവരി 28 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് നടികർ എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ കോമഡി മൂവിയാണ് നടികർ. തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറിയ ഈ ഒരു ചിത്രം ജൂൺ 6 നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുമെന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.